ബർത്ത്ഡേ പായസത്തുമില്ല കേട്ടോ. സ്റ്റാർട്ടിങ് നല്ല അടിപൊളി അടപ്രഥമൻ പായസം കേട്ടോ. കാരണം മിസ് സെറ്റാക്കി തന്നിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് നേരെ കുളിക്കാൻ വേണ്ടി പോയിട്ട്. അപ്പോൾ ഇതാണ് കുളിച്ച് മാറ്റിയിട്ടാണുള്ള പുതിയ ബർത്ത്ഡേ ഡ്രസ്സ് കേട്ടോ വീട്ടിൽ നിന്നിട്ടാണുള്ളത്. പിന്നെ നൈറ്റ് ആയപ്പോൾ ഉണ്ട് ഓരോരോ ബർത്ത്ഡേ ഐറ്റംസൊക്കെ പൊന്തി വരുന്നത് സർപ്രൈസ് ആയിട്ട്. ഞാൻ ശരിക്കും കേട്ടിട്ട് അതൊരു പിൻട്രസ്റ്റ് സ്റ്റൈൽ അടിപൊളി തീം കേക്കൊക്കെ ഫാഗിക്ക് സർപ്രൈസ് ആക്കി തന്നിട്ട് ഞാൻ ശരിക്കും റിയാക്ഷൻ വീഡിയോ കിട്ടൽ കൊതിച്ച് നിന്നിട്ടോ. പക്ഷേ ഒരു സീക്രട്ട് യൂട്യൂബ് ചാനലല്ലേ, ഉള്ള വീഡിയോസ് വെച്ച് കണ്ടക്ട് ചെയ്തിട്ടാണ് ഇതന്നെ ഒരു വ്ളോഗാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യട്ടെ. ഇതിൻ്റെ ഓരോരോ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ലാവിൽ തന്നെ ഉണ്ട് തനമിച്ച് റസാക്കിച്ചുകൊണ്ടിരിക്കും ഒരു സർപ്രൈസ് തരും. നോക്കുമ്പോൾ എന്തൊരു ചുരിദാർ സെറ്റ് അത് അപ്പം അയച്ചാൽ പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് ഇടാന്നുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെ സെറ്റ് രണ്ട് ചെരുപ്പയിലും പോവില്ല. ചെരുപ്പല്ല എന്തായിരിക്കും ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നത്? അങ്ങനെ ഞാൻ ശരിക്കും ഹാപ്പിനെസ് ആട്ടോ ഈ ഒരു സ്ട്രൈറ്റ്നർ ടൈമൊക്കെ കിട്ടിയിട്ട്. സ്ട്രൈറ്റ്നറൊന്നും ആയിട്ടല്ല, കാരണം ഞാൻ കുറേ കാലം ആഗ്രഹിക്കുന്നത്. അതിനൊക്കെ ഒരു കാരണം ഉണ്ട് കേട്ടോ. ഞാൻ പിന്നത്തെ വ്ളോഗിൽ പറഞ്ഞില്ല. അപ്പോൾ ഇത് കട്ട് കേക്കിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ്സ് മെച്ചിയും തനിച്ച് റസാക്ക് വെച്ച് ഫിൽസാതൊക്കെ തന്ന ഗിഫ്റ്റ്സ് ചെയ്യുന്നു കേട്ടോ. അത് പിന്നെ നേരെ പണത് മെച്ചിന് സെൻമോൾ ദേനി കാണാൻ കേട്ടോ ബർത്ത്ഡേ ആയിട്ട്. കാരണം അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല വീട്ടിലേക്ക്. കാരണം കറക്റ്റ് റീഓപ്പൺ ഡേ ഉണ്ടെന്നാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത് December 30. ക്ലാസ്സൊക്കെ അതിനെ കൊണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പോണ വയ്ക്ക് ദിയൊക്കെ ഒരു ഗിഫ്റ്റ് വാങ്ങണം ഫൈക്കൊക്കെ നല്ല നിർബന്ധമാണ്. ദിയൻ്റെ BSc സൈക്കോളജി ഫസ്റ്റ് ടൈമിൽ റിസൾട്ട് വന്നിട്ട് നല്ല അടിപൊളി ഓർക്കുന്നുണ്ട് കേട്ടോ മാഷാള്ള. അപ്പോൾ അതിന് പാർക്കർ പെൻ തന്നെ കൊടുക്കണത് നിർബന്ധം ഫൈക്കൊക്കെ. അങ്ങനെ നമ്മൾ അങ്ങനെ അത് കിട്ടുന്ന അവിടെ പോയിട്ടോ. പോയപ്പോൾ അവിടെ നല്ല അടിപൊളി ഇതുപോലത്തെ ക്യൂട്ട് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുക്ക് ചെയ്യാൻ എടുത്തിട്ടോ. ടു ലിസ്റ്റൊക്കെ ചെയ്ത് വെക്കാലോ 2025 റെസൊല്യൂഷൻ ആട്ടോ അത്. അങ്ങനെ പിന്നെ മിററും ചെറിയ കുഞ്ഞു ബുക്സും നല്ല പെണ്ണും അങ്ങനത്തെ നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ആസ്തെറ്റിക് ടൈപ്സ് ഒക്കെ. അങ്ങനെ പിന്നെ ദിയക്ക് ഒരു പാർക്കർ പെന്ന് വാങ്ങി, സെൽമക്ക് ഒരു ഇറേസർ വാങ്ങിട്ടോ. അപ്പോൾ പിന്നെ നേരെ നമ്മൾ പോയത് പിന്നെ ഔട്ടിംഗ് ഒക്കെ ഒരു മസ്റ്റാണല്ലോ ബർത്ത്ഡേ ആകുമ്പോൾ. അങ്ങനെ പിന്നെ നേരെ സ്ക്വയറിൽ പോയിട്ട് നമ്മൾ ആക്ച്വലി എൻ്റെ എല്ലാ ബർത്ത്ഡേ പോലെ തന്നെ ഈ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം എന്താണെന്നറിയില്ല, അത് അനുഭവിച്ചൊക്കെ മാത്രമേ ഈ ഒരു ഹാപ്പിനെസ് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ വീട്ടിൽ വരെ കൂടെ നിന്നുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ ഞാനൊരു 3 years ആയി 2025 വന്നാൽ. പക്ഷേ എൻ്റെ പഴയ സമയത്തുള്ള അതേ ബർത്ത്ഡേ പോലെ തന്നെ ഒറ്റയ്ക്ക് ഇപ്പോഴും ഇമോഷൻസും കാര്യങ്ങളൊക്കെ തന്നെ. ബർത്ത്ഡേ ഗിഫ്റ്റ്സ് തരണേ, ബർത്ത്ഡേ കേക്ക് തരണേ, ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യണേ. ഇപ്പോഴും ഇവരും അതേപോലെ തന്നെ പണ്ട് എങ്ങനെയാണോ അതേ ഒരു ഇപ്പോഴും കൊണ്ട് നടക്കും. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. ഞാനാണെങ്കിൽ അതുപോലെ എനിക്ക് സർപ്രൈസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സർപ്രൈസൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുക്കും, ഗിഫ്റ്റ്സ് കൊടുക്കും. ഗിഫ്റ്റ്സും സർപ്രൈസും മാത്രമല്ല എനിക്ക് ഭയങ്കര കംഫർട്ട് അവിടെ നിൽക്കാനും. കാരണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം ജീവിച്ച അതേ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഞാനിപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കണം. അതിനൊരു മാറ്റങ്ങളോ ഇല്ല അതിന് ഒരു വേറെ രീതിക്കുള്ള നെഗറ്റീവ് സൈഡ് ഒന്നും എനിക്ക് വരുന്നില്ല. അപ്പം ഭയങ്കര ഹാപ്പി ആട്ടോ. ഞാൻ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയപ്പോൾ ജന്മളൊക്കെ വേറെ അടിപൊളി ബർത്ത്ഡേ ഗിഫ്റ്റുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കി നല്ല അടിപൊളി ക്യൂട്ട് ഐറ്റംസ് കിട്ടും. നല്ല രസമുണ്ട്. ഓക്കെ 7 വയസ്സായിട്ടുള്ളപ്പോൾ പിന്നെ ഭയങ്കര അതിശയമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിന്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ കമൻറ്റ്സ് ആയിട്ട് അടിക്കുക. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ, പ്ലീസ് സബ്സ്ക്രൈബ്.